ഒരു നൂറ്റാണ്ടായി നാടുമായി ബന്ധമില്ലാതിരുന്നിട്ടും മലയാള സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സമൂഹം ഇന്നും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നുണ്ട്. മുഹമ്മദ് നൂറുൽ ഹസൻ അവരുടെ പ്രതിനിധിയാണ്. നിർബന്ധിത കുടിയേറ്റത്തിന് വിധേയരായ ഒരു സമൂഹത്തിൽ നിന്ന് ആദ്യമായി കേരളത്തിലെത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. മലിമുത്തു മധുവർണ പൂമോലെ നിന്റെ ഉപ്പാന്റെ കന്യായെ തേമോലെ. ഇത് മുഹമ്മദ് നൂറുൽ ഹസൻ. മലയാളം സംസാരിക്കാനോ മലയാളത്തിൽ ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഓസ്ട്രേലിയക്കാരൻ. പക്ഷേ മലബാറിലെ മാപ്പിളമാർക്ക് അറിയാവുന്ന മുഹ്യുദ്ദീൻ മാലയും ബദർ പടപ്പാട്ടുകളും ഭക്തിഗാനങ്ങളും നൂറുൽ ഹസന് ഹൃദിസ്ഥം. പൂർവികരിൽ നിന്ന് വാമൊഴിയായി ലഭിച്ചത്. മലപ്പുറത്ത് ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് പ്രൊഫസറായ നൂറുൽ ഹസൻ എത്തിയത്. There was no connection between Fiji Malabaris and Malabari here. There was no connection at all. They used to marry amongst themselves to keep the Malabari and the Malayalam system going. 1912 കോഴിക്കോട് വരക്കൽ കടൽ തീരത്ത് നിന്ന് ഫിജിയിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ആളുകളെ ബലമായി കൊണ്ടുപോയത്. പിന്നീട് ഇവർ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. 4 തലമുറകൾ പിന്നിട്ടു. ഉന്നത വിദ്യാഭ്യാസം നേടി. മലയാള ഭാഷ കൈമോശം വന്നെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മലബാറിലേത് തന്നെ. നെയ്യപ്പവും നെയ്ച്ചോറും കോഴിക്കോടൻ ഹൽവയുമെല്ലാം വീടുകളിലുണ്ടാക്കും. പക്ഷേ പുതുതലമുറയ്ക്ക് മലബാർ എന്ന ദേശവും മലയാളം എന്ന ഭാഷയുമുള്ള കാര്യം അറിയില്ല. അവർക്കിത് അവരുടേത് മാത്രമായ വേറിട്ട ഓസ്ട്രേലിയൻ സംസ്കാരം. മനോരമ ന്യൂസ്, കോഴിക്കോട്.